നാല് മൂലയ്ക്കുള്ള മെറ്റീരിയലിൻ്റെ കണക്കൂട്ടുന്നത് എങ്ങനെയാക്കണമെന്ന് കുറച്ച് പേര് വിളിച്ച് ചോദിച്ച് അങ്ങനെ കുറച്ച് പേർക്കൊക്കെ നമ്മൾ ലിസ്റ്റ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനങ്ങനെ ആയിരിക്കും എന്തായാലും ഒരു വീഡിയോ ചെയ്യാം നാല് മൂലയ്ക്കുള്ള മെറ്റീരിയൽ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഉദാഹരണം ഒരു വീടിൻ്റെ റൂഫ് അഴിച്ച് ചെയ്യാനുള്ള അളവ് കിട്ടി. ഒരു സൈഡ് നീളം 20 അടി, ഒരു വീതി കുറഞ്ഞ സൈഡ് 10 അടി, ബീമിൽ നിന്നുള്ള ചാട്ടം അല്ലെങ്കിൽ തെള്ള് 3 അടി. ഇങ്ങനെയാണ് നമുക്ക് അളവ് കിട്ടിയിരിക്കുന്നത്. ഈ അളവിനെ നമ്മൾ എന്ത് ചെയ്യണം? 10+6 രണ്ട് സൈഡിലെ ചാട്ടം കൂട്ടി നമുക്ക് കിട്ടുന്ന അളവെന്ന് പറയുമ്പോഴത്തേന് 16 അടിയാണ്. എന്നാൽ നമ്മൾ നേരെ രണ്ടാകുമ്പോഴത്തേന് നമുക്ക് കിട്ടുന്ന 8 അടിയാണ്. ഈ 8നെ നമ്മൾ അടുത്ത ചെയ്യുന്നത് ഗുണിച്ച് അതിനെ ഇഞ്ചാക്കുമ്പോഴത്തേന് നമുക്ക് ഏകദേശം കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 96 ഇഞ്ച് കിട്ടും അല്ലേ. 96 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത്. ആ ഗുണിച്ച് കിട്ടിയ 96 ഇഞ്ച്. അടുത്ത നമ്മൾ നോക്കുന്നതെന്ന് പറയുമ്പോഴത്തേന് ഈ റാഫ്റ്ററിൻ്റെ നീളം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ ഒരു സൈഡ് വരുന്ന റാഫ്റ്ററിൻ്റെ നീളം കണ്ടുപിടിക്കുക. അതിനെ നമ്മൾ നീളം 96 ഇഞ്ച് കിട്ടി. ഹൈറ്റ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ 3 അടിയോ 4 അടിയോ നിങ്ങൾ എത്ര അടിയാണ് ഇത് ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് വെക്കുക ഹൈറ്റ്. ആ ഹൈറ്റ് ഇട്ട് കൊടുത്ത് നമുക്ക് സെൻറ്ററിലെ അളവ് റാഫ്റ്ററിൻ്റെ നീളം കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ നീളം കണ്ടുപിടിക്കുക. അതിന് നല്ല കാൽക്കുലേറ്റർ, സയൻറ്റിഫിക്കൽ കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് റൂട്ട് ബട്ടൺ ഞെക്കിയിട്ട് നമുക്ക് 36, ഞാനൊരു 36 ഇഞ്ചിട്ട് എടുത്തു 3 അടി എന്നുള്ളത്. 36 ഇഞ്ചിട്ട് അടുത്ത സ്ക്വയർ ബട്ടൺ അടിച്ച് പ്ലസ് അടിച്ച് പിന്നെ നമ്മുടെ നീളം കിട്ടിയ 96 അടിക്കുക. 96 അടിച്ചിട്ട് നമ്മൾ വീണ്ടും സ്ക്വയർ ബട്ടൺ അടിക്കുമ്പോൾ നമുക്ക് കിട്ടിയ ഇഞ്ചെന്ന് പറയുമ്പോൾ 102 ഇഞ്ചാണ് വരുന്നത്. നമുക്ക് ഹരിച്ച് കഴിഞ്ഞാൽ 12 ഇഞ്ചിനെ കൊണ്ട് ഹരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 8.5 അടിയാണ് വരുന്നത്. 8.5 അടിയെന്ന് ഓർത്ത് വെച്ചിരിക്കുക. അന്നേരം നമുക്ക് കിട്ടിയത് 102 ഇഞ്ച്. ഈ 102 ഇഞ്ചാണ് നമ്മുടെ വൺ സൈഡ് വരുന്ന റാഫ്റ്ററിൻ്റെ നീളം എന്ന് പറയുന്നത്. ഈ റാഫ്റ്ററാണ്. അങ്ങനെ ഓപ്പോസിറ്റ് സൈഡും നമുക്ക് ഇതേ കണക്ക് തന്നെ രണ്ട് സൈഡ് ഡ്രസ്സിനുള്ള അളവ് കിട്ടിക്കഴിയും. ഇനി അടുത്ത നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര റാഫ്റ്റർ നമുക്ക് ഇതിനകത്ത് വരും എന്നുള്ളതാണ് അടുത്ത് നോക്കുന്നത്. അതിനുവേണ്ടി വീതിയുടെ 10 അടി ഉണ്ടല്ലോ, അതിനെ നമ്മൾ രണ്ടായിട്ട് ഭാഗിച്ച് കഴിയുമ്പോൾ 5 അടി കിട്ടി. ഈ 5 അടിയാണ് നീളത്തിൽ നമ്മൾ അങ്ങോട്ട് വെച്ചിട്ട് ഫസ്റ്റ് റാഫ്റ്റർ വെക്കുന്നതും. അപ്പോൾ ഇത് കണക്ക് തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡും വെക്കുന്നത് നീളത്തിൽ നിന്ന് 5 അടി കുറച്ച് വെക്കുന്നു. അതിനുശേഷം നമുക്ക് ഉള്ളിൽ കിട്ടിയ 10 അടി, ആ 10 അടിനെ രണ്ടായിട്ട് വായിക്കുമ്പോഴത്തേന് ഒരു റാഫ്റ്ററും കൂടെ അവിടെ കയറുക. അങ്ങനെ 3 റാഫ്റ്ററാണ് നമുക്ക് സെൻറ്ററിൽ വരുന്നത്. അതിനുശേഷം നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൺ സൈഡ് വന്ന റാഫ്റ്ററിൻ്റെ നീളം ഉണ്ടല്ലോ 102 ഇഞ്ച്. ഈ 102 ഇഞ്ച് തന്നെയാണ് നമുക്ക് തിരിച്ച് 10 അടിയുടെ സ്ഥലത്ത് വീഴുന്നത്. 10 അടി സെൻറ്റർ ഭാഗിച്ച് വെച്ച സ്ഥലം ഉണ്ടല്ലോ അവിടെ വീഴുന്നത് ഈ ഒരു 102 ഇഞ്ച് തന്നെയാണ്. അങ്ങനെ നമ്മൾ സിംഗിൾ പീസായിട്ട് കണക്ക് കൂട്ടി വരുമ്പോൾ ഇത് മൊത്തം 8 പീസ് നമുക്ക് വരും. അന്നേരം ഒരു പീസിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ നമ്മുടെ 102 ഇഞ്ചാണല്ലോ. അപ്പോൾ അതിനെ നമ്മൾ 8 കൊണ്ട് ഗുണിക്കുമ്പോൾ 816 ഇഞ്ച് കിട്ടും. അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ മൂലക്കിഴക്കൊല്ല നീളം എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ 10 അടിയുടെ സെൻറ്റർ ഭാഗിച്ച് വെച്ച 5 അടി അതിൻ്റെ ഇഞ്ചാക്കുക 60 ഇഞ്ച്. 60 ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ ബീമിൽ നിന്നുള്ള ചാട്ടോ അല്ലെ തെള്ളും കൂടെ കൂട്ടി 96 ഇഞ്ച് നമുക്ക് കിട്ടി. ഈ 96 ഇഞ്ചും ഈ 102 ഇഞ്ചും നമ്മൾ അടുത്ത കാൽക്കുലേറ്ററിൽ റൂട്ട് അടിച്ച് 96 ഇഞ്ച് അതിന് ശേഷം നമ്മുടെ സ്ക്വയർ ബട്ടൺ അടിച്ച് പ്ലസ് അടിച്ച് പിന്നെ 102 ഇഞ്ചും അതും അടിച്ച് പിന്നെ സ്ക്വയർ ബട്ടൺ അടിച്ച് അങ്ങനെ നമുക്ക് കിട്ടുന്ന ഇഞ്ചെന്ന് പറയുമ്പോഴത്തേന് 140 ഇഞ്ച് വരുന്നു നമ്മുടെ മൂലക്കിഴക്കൊല്ല നീളം എന്ന് പറയുന്നത്. അങ്ങനെ 140 ഇഞ്ച് കിട്ടിയതിനെ നമ്മൾ റൗണ്ട് ചെയ്ത് 141 എടുക്കുക. എന്നാലേ നിങ്ങൾ ഇതുപോലെ ചെയ്യുമ്പോഴത്തേന് എല്ലാം അതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തിടുക, ഒരു ഇഞ്ച് കൂട്ടിയിടുക. അങ്ങനെ 4 മൂലയും കൂടെ 4 മൂലക്കിഴക്കൊല് കയറുമ്പോഴത്തേനും നമ്മൾ 4 കൊണ്ട് ഗുണിക്കുമ്പോഴത്തേന് 564 ഇഞ്ച് ഇതിനെ കിട്ടും. ഇത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ ജാക്ക് റാഫ്റ്റർ അല്ലെങ്കിൽ കുട്ടി ഡ്രസ്സ് അല്ലെങ്കിൽ റാഫ്റ്റർ ചെറിയ കിഴക്കോല്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഭാഗിച്ച് വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് 5 അടിയാണല്ലോ. 5 അടിക്കകത്താണ് ഇനി ഒരെണ്ണേ നമുക്ക് ഇതിനകത്ത് ചെറുത് വീഴത്തുള്ളൂ. ഈ ചെറുത് നമുക്ക് അതിനകത്ത് ഇനി ഒരെണ്ണേ വീഴത്തുള്ളൂ. അപ്പം നമ്മൾ അതിൻ്റെ നീളം എങ്ങനെ കണ്ടുപിടിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ 102 ഇഞ്ച് ഉണ്ടല്ലോ, ഈ 102 ഇഞ്ചിനെ നമുക്ക് നേരെ രണ്ടായിട്ട് ഭാഗിച്ചാൽ മതി. രണ്ടായിട്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 51 ഇഞ്ചാണ്. ഈ 51 ഇഞ്ചാണ് നമ്മുടെ ചെറിയ ജാക്ക് റാഫ്റ്റർ വരുന്നുള്ളൂ. അടുത്ത നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ജാക്ക് റാഫ്റ്റർ വരുകയാണെങ്കിൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാക്ക് റാഫ്റ്റർ എന്ന് പറയുമ്പോൾ മെയിൻ റാഫ്റ്ററിൽ നിന്ന് മൂലക്കിഴക്കൊല്ലവരുടെ 5 അടിയേ ഉള്ളൂ ഇതിനകത്ത്. അതിൽ കൂടുതലുള്ള ഒരു 10 അടിയൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ 2 എണ്ണമൊക്കെ 2 ജാക്ക് റാഫ്റ്ററൊക്കെ വരും. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ കണക്ക് കൂട്ടുന്നത് എന്നുള്ളതാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് നേരത്തെ ഉപയോഗിച്ച മെത്തേഡുണ്ടല്ലോ 102നെ രണ്ടായിട്ട് വായിച്ച ആ ഒരു മെത്തേഡ് തന്നെ ഇത് ഒരെണ്ണം കൂടെ കയറുമ്പോൾ 3ആയിട്ട് വായിക്കണം. 3ആയിട്ട് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 34 ഇഞ്ച്. ആ 34നെ ഡബിൾ ആക്കുമ്പോൾ 68 ഇഞ്ച് കിട്ടും. അന്നേരം നമ്മുടെ ഫസ്റ്റ് റാഫ്റ്റർ 68, രണ്ടാമത്തെ ചെറിയ റാഫ്റ്റർ 34. അങ്ങനെയാണ് ഇതിൻ്റെ ചെറിയ റാഫ്റ്ററിൻ്റെയൊക്കെ നീളം കണ്ടുപിടിക്കുന്നത്. ഇത് നമ്മൾ നേരെ 4 മൂല ഡബിളാക്കി എത്ര ഇഞ്ചാണെന്ന് കൂട്ടുക. അതിനെ നമ്മൾ 4 മൂലയ്ക്ക് ഇഞ്ച് കൂട്ടി മൊത്തത്തിൽ എടുക്കുക. ഇതാണ് നമ്മൾ സാധാരണ ചെയ്യുന്ന മെത്തേഡ്. ഇനി ഇത് കറക്റ്റ് മെത്തേഡുകളുണ്ട് എങ്ങനെ കണ്ടുപിടിക്കുന്നതൊക്കെ.
ഇത് നമ്മുടെ കാൽക്കുലേറ്ററിലൊക്കെ സയൻറ്റിഫിക്കൽ കാൽക്കുലേറ്ററിലൊക്കെ കൂട്ടിയെടുക്കുന്നൊരു മെത്തേഡുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും. അതുകൊണ്ടാണ് എല്ലാം കൂടെ ഞാൻ ഇതിനകത്ത് വലിച്ചഴക്കുക. അതുകൊണ്ട് സിമ്പിൾ രീതിയിൽ നമ്മൾ സാധാരണ ചെയ്തുകൊണ്ട് പോകുന്നൊരു മെത്തേഡാണിത്. അത് നിങ്ങൾ കൂട്ടിയെടുക്കുക. ഇപ്പം നമ്മുടെ പഴയ കണക്കിലോട്ട് തിരിച്ചു വരാം. 51 കിട്ടി. അങ്ങനെ നേരെ അപ്പുറത്ത് ഒരു കുട്ടി ഡ്രസ്സ് വീഴി. അങ്ങനെ അതിനെ ഡബിളാക്കി 102. ആ 4 മൂലേനെയും കൂടെ ഗുണിച്ച് കിട്ടുന്ന ഇഞ്ച് നിറം 408 ഇഞ്ച്. അതിനെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അന്നേരം അടുത്ത് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ടൈ സപ്പോർട്ട് അല്ലെങ്കിൽ ടൈ ബീം. ഈ ഒരു സപ്പോർട്ടല്ല, അതിൻ്റെയാണ് നമ്മളടുത്ത് നോക്കുന്നത്. ഇതിൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ മെയിൻ റാഫ്റ്ററിൻ്റെ നീളം ഉണ്ടല്ലോ 102 ഇഞ്ച്. ആ 102നെ രണ്ടായിട്ട് വായിക്കുമ്പം 51 ഇഞ്ച് കിട്ടും. ഏകദേശം 12 കൊണ്ട് ഹരിക്കുമ്പോഴത്തേന് അത് 4.5 അടി അടുപ്പിച്ച് വരുന്നുണ്ട്. അന്നേരം സെൻറ്ററിൽ നമുക്ക് 3 റാഫ്റ്ററും കൂടെ വീണായിരുന്നു. അങ്ങനെ 3നും കൂടെ നമുക്ക് കൂട്ടിയെടുക്കുമ്പോഴത്തേന് ഏതാണ്ട് 153 ഇഞ്ച് ഇതിനകത്ത് കിട്ടും. അന്നേരം നമുക്ക് ടോട്ടൽ ഇഞ്ച് എന്ന് പറയുന്നത് ബീമിൻ്റെ ചുറ്റളവും കൂടെ കൂട്ടി എല്ലാ ടോട്ടലും കൂടെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 2661 ഇഞ്ചാണ് നമുക്ക് കിട്ടിയത്. ഈ 2665നെ 12 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 222 അടി കിട്ടുന്നുണ്ട്. ആ 222നെ 20 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 11.2 വരുന്നത്. അന്നേരം 11 പൈപ്പ് വരുന്നുണ്ട്. 2 അടിയും അതിൽ പറ്റി വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ റൗണ്ട് ചെയ്ത് 12 ആക്കി എടുക്കുക. കാര്യം കട്ടിങ് വേസ്റ്റൊക്കെ ഒരുപാട് വരുന്നില്ല. അപ്പോഴത്തേന് ഇത് കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇതിലും വലിയ വർക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരെണ്ണം കൂടെ ഒക്കെ കൂട്ടിയെടുക്കാൻ നോക്കി. വലിയ വർക്കൊക്കെ വരികയാണെങ്കിൽ 2 എണ്ണമൊക്കെ കൂട്ടുമ്പം നിങ്ങൾ 2 എണ്ണമൊക്കെ കൂട്ടിയെടുക്കാൻ നോക്കുക. പിന്നെ ഇങ്ങനെയാണ് ഞാൻ മെയിനായിട്ട് ഈ വർക്കുകളുടെയൊക്കെ കണക്ക് കൂട്ടുന്നത്. എൻ്റെ ഒരു രീതി ഇതാണ്. ഞാൻ കണക്ക് കൂട്ടുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചതിൻ്റെ ഓർത്താണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇത് മാത്രമല്ല, ഈ ഡിഗ്രി കട്ടിംഗ് ഒക്കെ കണ്ടുപിടിക്കുന്ന കാൽക്കുലേറ്ററിൽ ഉപയോഗിച്ച് വരുന്ന മെത്തേഡുകളൊക്കെ ഉണ്ട്. കാൽക്കുലേറ്ററിൽ നമ്മുടെ ഫോണിലെ കാൽക്കുലേറ്ററിൽ ചരിവ് കട്ടിങ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡൊക്കെ ഉണ്ട്. അത് നമ്മൾ ഓരോരോ വീഡിയോ ആയിട്ടായിരിക്കും ചെയ്യുന്നത്. നമ്മൾ ഇതിൻ്റെ ഒരു ആപ്പ് അല്ലെങ്കിൽ ഒരു വെബ് പേജ് റെഡിയാക്കിയിട്ട് റൺ ചെയ്ത് നോക്കുന്നുണ്ട് മെറ്റീരിയൽസിൻ്റെ. ഇതാണ് നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്നുണ്ട്. ഇതുപോലെയാണ് നമ്മുടെ വെബ് പേജ് വരുന്നത്. അതിൽ കുറേയൊക്കെ മാറ്റം വരുത്തുന്നു. ഇപ്പോൾ കണക്കൂട്ടി വരുമ്പോൾ ഇത് കറക്റ്റായിട്ട് വരുമെന്ന് നമ്മൾ കുറേ അളവുകളൊക്കെ അടിച്ച് പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കും. അത് വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇത് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നമ്മുടെ പർലിങ്ങിൻ്റെ വീഡിയോയിൽ കാണാം.